സുഹറയെ പറ്റി ഓർക്കുമ്പോൾ കണ്ണുനീർ പൊടിയും. അവളെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷേ മറ്റൊരുവൻ്റെ ഭാര്യ എന്നാലും ദൂരെ വച്ചെങ്കിലും ഒന്ന് കാണണം. പരിഭവം പറയാനല്ല, മുള്ളുവാ കൊതുവാനല്ല, വെറുതെ ഒന്ന് കാണുവാൻ, ആ ശബ്ദമൊന്ന് കേൾക്കുവാൻ. ജീവിതം എന്ന് പറയുന്ന അത്ഭുതകരമായ ഈ കഴിയലിൽ എല്ലാ ജീവിതത്തെയും പൊതുവെ നോക്കുമ്പോൾ ഇതിൽ അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമുണ്ട്, ഉഗ്രമായ ക്രൂരതയുണ്ട്, കൊടിയ വിദ്വേഷമുണ്ട്, വല്ലാത്ത കാപട്യമുണ്ട്, അപാരമായ സ്നേഹവും ദിവ്യമായ ത്യാഗവും മഹാകാരുണ്യവും. അജ്ഞാത സുഹൃത്തി, പാടാൻ കഴിയുമെങ്കിൽ ആ മോഹന ഗാനാപലത്താൽ എന്നെ ഒന്നുറക്കിയിട്ട് പോകും. പച്ചയ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ അനാഥ ജീവിയാണ്. നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യം. കാലമിത്രയായിട്ടും ഒന്നും എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ല. അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു, അറിയാതെ നിന്നെ ഞാൻ വെറുത്തു, അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ? വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോകുകയാണ്. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്ന യഥാർത്ഥത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകുകയാണ്. നീ മാത്രമായി. ആ പൂവ് നീ എന്ത് ചെയ്തു? ഏതു പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചെമപ്പായ പൂവ്. ഓ അതോ? അതെ, അതെന്ത് ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്ന എന്തിന്? ചവിട്ടി അരച്ചു കളഞ്ഞോ എന്നറിയാൻ. കളഞ്ഞെങ്കിൽ എന്ത്? ഓ ഒന്നുമില്ല, എൻ്റെ ഹൃദയമായിരുന്നു അത്. പ്രിയപ്പെട്ട ബഷീർ, നിങ്ങൾ മാംഗോസ്റ്റീൻ മരത്തിന് ചുവട്ടിലിട്ട ആ ചാരുകസേര ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ്. രക്തവർണ്ണമുള്ള ആ കടലാസ് പൂക്കൾ പിന്നീടൊരിക്കലും അന്നത്തെ പോലെ പിന്നെ പൂവിട്ടിട്ടുമില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ അണ്ടകടാഹമേ മാപ്പ് എന്നെഴുതി വെച്ചാണല്ലോ നിങ്ങൾ പോയത്. പക്ഷേ നിങ്ങളില്ലാത്ത ഈ അണ്ടകടാഹം കഠിന കടോരമെന്ന് മാത്രം അറിയുക.